പ്രധാന വാർത്തകൾ നോക്കാം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പൊരുതുന്നു. വിജയലക്ഷ്യം 252 റൺസ്. അർദ്ധ സെഞ്ചുറി പിന്നിട്ട് രോഹിത് ശർമ്മ. ഗില്ലും കോഹ്ലിയും പുറത്ത്. സിപിഎമ്മിന്റെ അനിഷേധ്യ നേതാവായി പിണറായി വിജയൻ. പാർട്ടിയെ എം.വി. ഗോവിന്ദൻ വീണ്ടും നയിക്കും. പുതുമുഖങ്ങളടക്കം സംസ്ഥാന കമ്മിറ്റിയിൽ 89 പേർ. കെ ശൈലജ സെക്രട്ടേറിയറ്റിലേക്ക്. സൂസൻ കോടി പുറത്ത്. പ്രതിഷേധം പരസ്യപ്പെടുത്തി എ പത്മകുമാർ. സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. കാസർഗോഡ് കാണാതായ 15-കാരിയും യുവാവും മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് വീടിനടുത്തുള്ള ഗ്രൌണ്ടിൽ. ഇരുവരെയും കാണാതായത് 3 ആഴ്ച മുൻപ്. പോലീസിനെതിരെ MLA ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ജ്ഞാനായ സഭയ്ക്കുള്ളിൽ പ്രതിഷേധം ശക്തം. പാക്കേജ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് കൊടുത്തു വിടുന്നുണ്ട്. ടൂർ പാക്കേജിന്റെ മറവിലും ലഹരി കടത്തുണ്ട്. തായ്ലൻഡിൽ നിന്നും കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്നു. ഇടുക്കിയിൽ കഞ്ചാവുമായി പ്രമുഖ മേക്കപ്പ് മാൻ പിടിയിൽ. മലപ്പുറത്ത് മരിച്ച യുവാവ് വിഴുങ്ങിയത് 3 പാക്കറ്റ് MDMA. ലഹരി മാഫിയയുടെ ചിറകരിഞ്ഞ് ഡി ഹണ്ട് തുടരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ വീഴ്ച ആർക്കെന്ന് പരിശോധിക്കേണ്ടത് അന്വേഷണ ഏജൻസി എന്ന് റവന്യൂ മന്ത്രി. ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് മുഖ്യമന്ത്രി നേരത്തെ കണ്ടു. ഉത്തരവാദി PP ദിവ്യ എന്ന VD സതീശൻ. വ്യാജ കത്ത് തയ്യാറാക്കിയവർക്കെതിരെ കേസെടുക്കണമെന്ന് കണ്ണൂർ DCC. മലപ്പുറം അകമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണം. വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. മമ്പാട് പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. വയനാട് പശുക്കിടാവിനെ വന്യജീവി ആക്രമിച്ചു കൊന്നു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് നാളെ തുടക്കം. ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കും. വഖഫ് നിയമ ഭേദഗതി അടക്കം ഉയർത്താൻ പ്രതിപക്ഷം. പ്രതിരോധിക്കാൻ ഭരണപക്ഷം. സിറിയയിൽ സ്ഥിതി രക്തരൂഷിതം. അസദ് അനുകൂലികളും സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. മരണസംഖ്യ 1000 കടന്നു. മരിച്ചവരിൽ 125 സുരക്ഷാ ജീവനക്കാരും. അനിഷേധ്യനായി പിണറായി, നയിക്കാൻ ഗോവിന്ദൻ. പുതുമുഖങ്ങൾ ഉൾപ്പെടെ CPM-ന് 89 അംഗ സംസ്ഥാന കമ്മിറ്റി. മന്ത്രി R. ബിന്ദു, MLA-മാരായ DK മുരളി, K. ശാന്തകുമാരി, 5 ജില്ലാ സെക്രട്ടറിമാർ, DYFI നേതാക്കളായ VK സനോജ്, V. വസീഫ് തുടങ്ങിയവർ കമ്മിറ്റിയിൽ ഇടം പിടിച്ചപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ക്ഷണിതാവാണ്. 17 അംഗ സെക്രട്ടേറിയറ്റിൽ KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ തുടങ്ങിയവർ ഇടം നേടിയപ്പോൾ മന്ത്രി MB രാജേഷും P. ജയരാജനും ഉൾപ്പെട്ടില്ല. AK ബാലൻ, PK ശ്രീമതി എന്നിവരെ പ്രായപരിധി നിബന്ധനയെ തുടർന്ന് ഒഴിവാക്കി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് P. ശ്രീരാമകൃഷ്ണനെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ സൂസൻ കോടി പുറത്തായി. സെക്രട്ടറിയായി MV ഗോവിന്ദനെ സമ്മേളനം തെരഞ്ഞെടുത്തു. ഇപ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും. നവകേരള സൃഷ്ടിക്കുള്ള പുതുവഴികൾ എന്ന രേഖ ചർച്ച ചെയ്തുകൊണ്ട് സമ്മേളനം കാര്യമായി എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നാം കാണണം. ഇതൊരു ഭാഗമേ ആകുന്നുള്ളൂ. ഇവിടെ നിക്ഷേപം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങളാകാം. വലിയ കമ്പനികൾ വരുന്നതാണ് ഒരു ഭാഗം. എന്നാൽ നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത, നമ്മുടെ നാട് നല്ല രീതിയിൽ പ്രവാസികളുള്ളൊരു നാടാണ്. പ്രവാസി സമൂഹം നമ്മുടെ നാടിൻ്റെ കഞ്ഞികുടി ശരിയായ രീതിയിൽ ഉറപ്പിക്കുന്നതിന് വലിയ സഹായം ചെയ്തൊരു വിഭാഗമാണ്. അത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ സഹോദരങ്ങൾ മണലാരണ്യങ്ങളിലടക്കം ജോലിയെടുത്ത് ഇങ്ങോട്ടയച്ച പണം അവരുടെ കുടുംബങ്ങളിൽ മാത്രമല്ല നാടിൻ്റെ സമ്പദ് വ്യവസ്ഥക്കാണ് പുരോഗതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായുള്ള വലിയ മാറ്റമുണ്ട്. ഇന്ന് മാറ്റം വലിയ തോതിലുണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിന് നമ്മുടെ സമൂഹം നൽകിയ സംഭാവനയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നൽകിയ സംവിധാനമുണ്ട്.
നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടിയ ചെറുപ്പക്കാരാണ് ഇന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നത്. ഏത് സാങ്കേതിക രംഗം പരിശോധിച്ചാലും, അത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളടക്കം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളിയെ കാണാൻ നമുക്ക് സാധിക്കും. എല്ലായിടങ്ങളിലും മലയാളിയുണ്ട്. ഇവിടുന്ന് വിദ്യാഭ്യാസം നേടിപ്പോയവരാണ് അവർ. ആ രീതിയിലുള്ള യോഗ്യത നേടിയ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഴിയുകയാണ്. ഈ ജോലിയുടെ ഭാഗമായുള്ളത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ലതുപോലെ ബിസിനസ് നടത്തി സമ്പാദ്യമുണ്ടാക്കിയ ഒട്ടേറെ ആളുകളുണ്ട്. ലോകത്തിലെ തന്നെ സമ്പന്നരുടെ പട്ടികയിൽപ്പെട്ട മലയാളികളുണ്ട്. ഇവരുടെയെല്ലാം സമ്പത്ത് നല്ല രീതിയിൽ സ്വന്തം നാട്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതിന് പ്രോത്സാഹജനകമായ സമീപനം നാം സ്വീകരിക്കേണ്ടതുണ്ട്. ചിലർ ചെയ്യുന്നുണ്ട്, നേരത്തെ തന്നെ ചെയ്തവരുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. വലിയ സമ്പന്നരുടെ കാര്യം മാത്രമല്ല, ഇത്തരം ആളുകളുടെ എല്ലാം കയ്യിൽ അവർ സമാഹരിച്ച വിഭവമുണ്ടാകും. ആ വിഭവശേഷി, അവരുടെ സമ്പത്ത് നല്ല രീതിയിൽ സംസ്ഥാനത്ത് എങ്ങനെ നിക്ഷേപിക്കാൻ പറ്റും, ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ നാട് നല്ല ശക്തമായ സഹകരണ മേഖലയുള്ള നാടാണ്. ആ സഹകരണ മേഖലയുടെ സമ്പത്ത് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. സഹകരണ മേഖലയിൽ നിക്ഷേപവും നല്ലതുപോലെ വർദ്ധിക്കുന്നുണ്ട്. ആ നിക്ഷേപം എങ്ങനെ ഫലപ്രദമായി നാടിൻ്റെ പൊതുവികാസത്തിന് ഉപയോഗിക്കാൻ കഴിയും, ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയുടെ ഫണ്ടടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന നിലയുണ്ടാകും. ചിലപ്പോൾ കാർഷിക രംഗത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ കാർഷിക രംഗത്തെ തന്നെ വലിയ തോതിൽ മാറ്റിമറിച്ചു എന്ന് വരും. ഇങ്ങനെയുള്ള നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ആ ഫണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് കാണുന്നത്. നമ്മുടെ നാട് വലിയ സമ്പന്നമായ നാടല്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ആളുകളിൽ അവർ സ്വരൂപിച്ചു വെച്ച സമ്പത്തുണ്ട്. പലതരത്തിലാകാം. ചിലപ്പോൾ സ്വർണമായിട്ട് കിടക്കുന്നതാകാം, ചിലപ്പോൾ ചില നിക്ഷേപം എന്ന തരത്തിൽ കിടക്കുന്നതാകാം. അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞാൽ കൃത്യമായ ധാരണ അവർക്കും വേണം ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള പദ്ധതികൾ നാട്ടിൽ രൂപം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ വെറുതെ കിടക്കുന്ന പണം അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇത് വ്യക്തികളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, ചില പൊതു സംവിധാനങ്ങളിലുണ്ട്, ഒരുപാട് പൊതുസ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട്. അത്തരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ തോതിലുള്ള വിഭവശേഷി നാടിൻ്റെ വികാസത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആലോചനയിലേക്ക് CPIM കടക്കുന്നത്? നമ്മുടെ നാട് മുന്നോട്ട് പോകണം. നമ്മുടെ നാട് നേരത്തെ പറഞ്ഞ രീതിയിൽ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഉയരുക, ഇതാണ് നാം അംഗീകരിച്ച കാഴ്ചപ്പാട്. അതിന് ഈ തരത്തിലുള്ള നടപടികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വിഭവശേഷി ഒരു തടസ്സമായി നിൽക്കരുത്. ആ വിഭവശേഷി തടയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കേരളീയർ ഇതിനെ നേരിടും എന്ന വാശിയോടെ
കേരളത്തിന്റെ ഭാഗമായുള്ള ഓരോരുത്തരും ഇതിലിടപെടാനും ഈ സമീപനം ശരിയായ രീതിയിൽ വിജയിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതായിരിക്കും നാം നൽകുന്ന മറുപടി. സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹായം തടയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തകർന്നു കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. അത് ഉറപ്പിച്ച് നമ്മുടെ പ്രവൃത്തിയിലൂടെ മറുപടിയായി കാണിക്കണം. നമുക്ക് ഇനിയും വളരണം, ഇനിയും മുന്നോട്ട് പോകണം. കേരളത്തിൻ്റെതായ ശരിയായ കരുത്ത് കാണിക്കാൻ തയ്യാറാവണം. ആ കരുത്തുള്ള ഒരു നാടും ജനതയുമാണ് നമ്മുടേത്. ആ ജനതയെ അതിനെ പ്രാപ്തരാക്കുക, ആ രീതിയിൽ അണിനിരത്തുക എന്നതാണ് ഈ സമ്മേളനം ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPMൽ അനിഷേധ്യ നേതാവിന്റെ സിംഹാസനം പിണറായിക്ക് ഒന്നുകൂടി ഉറപ്പിച്ചാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ഇപ്പോൾ കൊടിയിറങ്ങുന്നത്. പ്രതിനിധികളിൽ നിന്ന് പേരിനു പോലും വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായില്ല. മറുഭാഗത്താകട്ടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശനത്തിന്റെ ചൂട് നല്ലവണ്ണം അറിഞ്ഞു. പാർട്ടിയിലും ഇനി പിണറായിയുടെ പിടി കൂടുതൽ ശക്തമാകും. ചോദ്യം ചെയ്യാനാകാത്ത നേതാവെന്ന വിശേഷണത്തിനും അപ്പുറം CPMന് ഏറ്റവും അനിവാര്യനായ നേതാവെന്ന കിരീടം കൂടി പിണറായി വിജയന്റെ തലയിൽ ചാർത്തപ്പെടുകയാണ്. PV അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയത്. പതിയെ പതിയെ അത് മുഖ്യമന്ത്രിയിലേക്കും എത്തി. ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ വിമർശന പെരുമഴയായിരുന്നു. അപകടം തിരിച്ചറിഞ്ഞ പിണറായി അൻവറിനെ പുകച്ചു പുറത്തു ചാടിച്ചു. അൻവറിന് പിന്നിൽ ഉണ്ടായിരുന്നെന്ന് കരുതുന്ന CPMലെ പ്രമുഖർ മാളങ്ങളിൽ ഒളിച്ചു. പിന്നെ അവർ തന്നെ പിണറായിക്ക് സംരക്ഷണ കവചവുമായി രംഗത്തെത്തി. അവിടുന്ന് ഇങ്ങോട്ട് CPM സമ്മേളനങ്ങളുടെ തന്നെ ഗതി മാറുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളുടെ മൂർച്ച കുറഞ്ഞു വന്നു. സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിയുടെ വാഴ്ത്തുപാട്ടു പാടാനായിരുന്നു പ്രതിനിധികളുടെ മത്സരം. അതേസമയം ആസൂത്രിതമെന്ന് തോന്നിക്കും വിധം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പ്രതിനിധികൾ വളഞ്ഞിട്ടാക്രമിച്ചു. മന്ത്രിമാർക്കെതിരെയും വിമർശന പെരുമഴ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് കയ്യടികളായിരുന്നു. ആദ്യ പിണറായി സർക്കാരിനേക്കാളും മികച്ചതാണ് ഇപ്പോഴത്തെ സർക്കാരെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് പോലും പറയേണ്ടിയും വന്നു. മെച്ചപ്പെട്ടതാണ്. അതിനേക്കാളെല്ലാം വളരെ ശക്തിയായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അന്നത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് ബദലായിട്ട് വന്ന ഗവൺമെന്റാണ്. ഇന്നാണെങ്കിൽ പിണറായിയുടെ ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം വന്നിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നവകേരള നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. മൂന്നാം ടേമിലും പിണറായി അല്ലാതെ മുന്നണിയെ നയിക്കാൻ ആരുമില്ലെന്ന തോന്നൽ പാർട്ടി പ്രവർത്തകരിലും ഉണ്ടാക്കിയാണ് കൊല്ലം ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത്. വികസന രേഖയിലൂടെ സ്വകാര്യ മൂലധന നിക്ഷേപത്തിലും നയം മാറ്റത്തിന് സർക്കാരിനും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സമ്മേളനം അനുമതി നൽകി. തുടർഭരണം നിലനിർത്താൻ മുഖ്യമന്ത്രിയെ സ്വതന്ത്രമായി എങ്ങനെയും ഭരണം നിലനിർത്താൻ മുഖ്യമന്ത്രിക്ക് സർവ്വ സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചു നൽകുകയായിരുന്നു കൊല്ലം സമ്മേളനം. CPMൽ വരാനിരിക്കുന്നതും പിണറായി കാലം CPMൽ ഇനിയും തുടരുമെന്നും വ്യക്തം. VV അരുൺ, ന്യൂസ് 18, കൊല്ലം. P ജയരാജനെ വീണ്ടും CPM തഴഞ്ഞു. ജയരാജനെ മറികടന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. KK ശൈലജയും സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചു. മന്ത്രി MB രാജേഷിനെ ഇത്തവണയും അവഗണിച്ചു. സംഘടനാ പ്രവർത്തനം തന്നെ നിർത്തുമെന്ന് പലതവണ സൂചിപ്പിച്ച് P ജയരാജനെ നിലനിർത്തിയതും ശ്രദ്ധേയമായി. ഒരു കാലത്ത് പിണറായി വിജയന്റെ വലം കൈ VS പിണറായി വിഭാഗീയത കത്തി നിൽക്കുമ്പോൾ പിണറായി ക്യാമ്പിലെ മുന്നണി പോരാളി, കണ്ണൂരിന്റെ ചെന്താരകമെന്ന് അണികൾ ആവേശത്തോടെ വിശേഷിപ്പിക്കുന്ന P ജയരാജൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പിണറായിയുടെ ഗുഡ് ബുക്കിലില്ല. അതിന്റെ ഒടുവിലത്തെ തെളിവായി മാറുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണം. അടുത്ത സമ്മേളന കാലത്ത് 75 വയസ്സ് പിന്നിടുന്ന ജയരാജന് ഒരുപക്ഷെ CPM സെക്രട്ടേറിയറ്റിൽ ഇനിയൊരു അവസരം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒരുപടി ആളുകൾ ഇനിയും ഉണ്ടല്ലോ. ഞങ്ങൾ 100 കണക്കിന് സഖാക്കൾ
ഈ സമ്മേളന പ്രതിനിധികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരിഗണിക്കാനാവില്ലല്ലോ. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെയായിരുന്നു ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് അകന്നത്. ആത്മസഖാവ് പിണറായിയുമായും പിണങ്ങി. എന്നാൽ ആ അകൽച്ച കുറയുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് 75 വയസ്സിനോട് അടുത്തിട്ടും സെക്രട്ടേറിയറ്റിൽ ഇ പിയെ നിലനിർത്താനുള്ള തീരുമാനം. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനനെ മറികടന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സെക്രട്ടേറിയറ്റിലെത്തിയത് അപ്രതീക്ഷിതമാണ്. എം ബി രാജേഷ് ഇത്തവണയെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുമുണ്ടായില്ല. എ കെ ബാലനും ആനാവൂർ നാഗപ്പനും ഒഴിഞ്ഞതോടെ തിരുവനന്തപുരത്തിനും പാലക്കാടിനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു. കെ കെ ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത് എം വി ഗോവിന്ദന്റെ പിന്തുണയിലാണെന്നാണ് സൂചന. കെ ആർ ഗൌരിയമ്മയ്ക്കും സുശീല ഗോപാലനും പി കെ ശ്രീമതിക്കും ശേഷം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാകുന്ന വനിതയാണ് കെ കെ ശൈലജ. കഴക്കൂട്ടം എംഎൽഎ കൂടിയായ കടകംപള്ളി സുരേന്ദ്രനും മുൻ സ്പീക്കർ എം വിജയകുമാറും വീണ്ടും തഴയപ്പെട്ടു. ന്യൂസ് 18 കൊല്ലം. സിപിഎം സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധമറിയിച്ച് പത്തനംതിട്ട സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. വീണ ജോർജിനെ സ്ഥിരം ക്ഷണിതാവാക്കിയതിലും പ്രതിഷേധം രേഖപ്പെടുത്തി. ഉച്ചഭക്ഷണത്തിന് പോലും നിൽക്കാതെ പ്രതിഷേധ സൂചകമായി പത്മകുമാർ സമ്മേളന നഗരി വിട്ടു. പോസ്റ്റ് വിവാദമായപ്പോൾ പോസ്റ്റിലെ വാചകങ്ങൾ തിരുത്തി ഫോട്ടോ മാത്രം ബാക്കിയാക്കി പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയും ചെയ്തു. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ച കെ കെ ശൈലജ. തുടർഭരണം ജനങ്ങൾ നൽകേണ്ടതാണ്. ഭരണം വിലയിരുത്തി ജനങ്ങൾ അത് നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കെ കെ ശൈലജ ന്യൂസ് 18നോട് പറഞ്ഞു. തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയല്ല. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തുടർഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ 2016 മുതൽ 2024 വരെ 25 വരെ കേരളത്തിലുണ്ടായ മാറ്റം. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും അതിനേക്കാൾ മെച്ചപ്പെട്ട മാറ്റത്തിലേക്ക് കേരളത്തെ നയിക്കാൻ ഞങ്ങളുടെ കൂടെ ജനങ്ങൾ നിൽക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതേസമയം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തുപോയ എ കെ ബാലൻ വികാരാധീനനായാണ് സംസാരിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരമിക്കലില്ല. പാർട്ടി പ്രവർത്തനങ്ങൾക്കൊപ്പം ഇനിയും ഉണ്ടാകും. പാർട്ടിയിലെ പ്രായപരിധി 70 വയസ്സാക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും എ കെ ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു ഇവിടെ പറയലില്ല. ഈ ഔദ്യോഗിക സ്ഥാനത്തുള്ള സമയത്തും അല്ലാത്ത അവസരത്തിലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്യും. ഈ അങ്ങേക്ക് കൊല്ലം ജില്ലയിലെ സമ്മേളനങ്ങളൊക്കെ പഴയ ഓർമ്മകൾ ഒരുപാടുള്ളതാണ്. ഞാൻ പലപ്പോഴും വായിച്ചും അറിഞ്ഞിട്ടുണ്ട്. അങ്ങ് ഒരു പാർട്ടി സമ്മേളനത്തിൽ മത്സരിച്ച ജില്ല കൂടിയാണ്. ആ ഓർമ്മകൾ എങ്ങനെയാണ് അന്നത്തെ ബാലൻ? ഞാൻ 73 തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ചെയർമാൻ ആകുമ്പോഴാണ് SFIയുടെ പ്രതിനിധിയായി ഇവിടെ വരുന്നതും SFI സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് ഒരു സംഭവവിലമായ സമ്മേളനമായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ. രണ്ടാമത് ഞാൻ 1995 15ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ പാനലിനെതിരായിട്ട് മത്സരിച്ച് ഒരു വോട്ടിന് തോറ്റു. അപ്പോഴാണ് ഈ മത്സരം CPMന്റെ ഒരു അജണ്ടയാണ് എന്ന് ലോകം അറിയുന്നത്. എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിൽ മൊറാഴ ഗ്രാമവും സന്തോഷത്തിലാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. മൊറാഴിലെ പ്രമുഖ നേതാവായിട്ടുള്ള ഗോവിന്ദൻ മാഷ് 2ാം വട്ടവും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ്. കാരണം ഈ ഇപ്പോൾ പ്രസ്ഥാനത്തിന്റെ ഈറ്റിലമായ മൊറാഴിൽ നിന്ന് വരിക എന്ന് പറഞ്ഞത് ഒരു അത്ഭുത സ്ഥിതി തന്നെയാണ്. മാഷ് ചെറുപ്പത്തിലെ നല്ലൊരു ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മൊറാഴിക്ക് ഒരു മാതൃക കാട്ടിയാണ് വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വളർത്തിയ നേതാവ് വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കാരണം KK പെരിയാറും പാച്ചേനി കുഞ്ഞിരാമൻ പാച്ചേനി കുഞ്ഞിരാമനും വളർന്നു വന്നതിന് ശേഷം ചെറുപ്പക്കാരെ കണക്ട് ചെയ്യുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറക്ക് ആവശ്യം നൽകാനും പുതു തലമുറയെ ഈ പ്രസ്ഥാനത്തിലേക്ക് നയിക്കാനും ഗോവിന്ദ മാഷ് വഹിച്ച പങ്ക് പ്രധാനപ്പെട്ടതാണ്. ഇന്നും നാടിന് വേണ്ടി എല്ലാ സൗഹൃദങ്ങളും സൂക്ഷിച്ച് ഇവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ
എല്ലാ സൗഹൃദങ്ങളും സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ബന്ധപ്പെടുന്ന സ്ഥിതി മാഷക്കുണ്ട്. ആരെയും മറക്കാതെ, പഴയ തലമുറയും പുതിയ തലമുറയും മറക്കാതെ നല്ല സൗഹൃദം അന്തരീക്ഷമാണ് മാഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് വളരെ ഒരു സന്തോഷമുണ്ടെന്നാണ് ബന്ധപ്പെട്ട് പറയാം. വളരെ 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 സന്തോഷമാണ്. കാരണം വളരെ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്ന് ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗോവിന്ദ മാഷ് ഞാൻ ആത്മസുഹൃത്തുക്കളാണ്, ഒന്നിച്ച് പഠിച്ചതാണ്, ഒന്നിച്ച് കളിച്ചു വളർന്നതാണ്. ഓനാവുന്നതിന് കുഴപ്പമുണ്ടായിരുന്നു, അത് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഒന്നിച്ച് പഠിച്ചു. എല്ലാ പാർട്ടി ഓഫീസിലും പോയിട്ടുണ്ട്. AK സെൻറ്ററിൽ വരെ 3 തവണ പോയിട്ടുണ്ട്. അസംബ്ലിയിൽ ഇരുന്നിട്ടുണ്ട് ഓൻ്റെ കൂടെ എല്ലാം വിസിറ്റേഴ്സ് ഗാലറിയിൽ. ആ ചെറുപ്പത്തിൽ ചെറുപ്പകാരങ്ങളൊക്കെ നല്ല വായനക്കാരനാണ്. നല്ല വായനക്കാരനാണ്, നല്ല ഫുട്ബോൾ കളിക്കാരനാണ്. ഫുട്ബോളാണ് മെയിൻ. കാറ് പോകുമ്പോൾ എന്നെ കണ്ടാൽ കയറാന്ന് പറഞ്ഞ് കയറ്റിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇറക്കുമ്പോൾ ഇറങ്ങേണ്ടത്. സന്തോഷം. സന്തോഷം. ശരി, ഇപ്പൊ മാഷ കാണാറുണ്ടോ? എങ്ങനെയാണ് മാഷായിട്ട് ബന്ധം? എങ്ങനെയാണ്? മാഷ് കുട്ടിക്കാലം മുതലേ നമ്മൾ കളിച്ചു വളർന്നെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഏച്ചിൻ്റെ ക്ലാസ്മേറ്റാണ്. പിന്നെ എന്നോടിപ്പോൾ ഒരു അനിയനെ പോലുള്ളൊരു സമീപനമാണ്. അത് അന്നും അതെ ഇന്നും അതെ. അത് വ്യക്തിപരമായിട്ട് മാത്രമല്ല, ഔദ്യോഗിക തലത്തിലൊക്കെ എന്നെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൂപ്പർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട CPM രേഖയെക്കുറിച്ച് പഠിച്ചിട്ടില്ലെന്ന് ബിനോയ് വിശ്വം. വികസനത്തിനു വേണ്ടിയുള്ള മൂലധന നിക്ഷേപത്തിൽ എതിർപ്പില്ല. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന നിലപാടുകളും വർഗ താൽപര്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്നും ഉപാധികളിലും വ്യവസ്ഥകളിലും വ്യക്തത ആവശ്യമുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കിഫ്ബി മുടങ്ങാൻ പാടില്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അതേസമയം CPM-ന്റേത് നയരേഖയല്ല, അവസരവാദ രേഖയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. CPM മുൻപ് പറഞ്ഞതെല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് തീവ്ര വലതുപക്ഷ ലൈനാണെന്നും വിമർശനമുണ്ട്. സംഘപരിവാർ ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ തന്നെ CPM-ഉം ചെയ്യുന്നു. കോൺഗ്രസ് ആണ് യഥാർത്ഥ ഇടതുപക്ഷമെന്നും VD സതീശൻ പറഞ്ഞു. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ ന്യായമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ആശാ വർക്കർമാരെ ചൂഷണം ചെയ്യുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റേത്. സംസ്ഥാന സർക്കാരിനെതിരെ ആശാ വർക്കർമാരായ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. ന്യൂസ് 18-ന്റെ Q18-ലായിരുന്നു ബൃന്ദ കാരാട്ടിന്റെ പ്രതികരണം. If you can comment on ASHA health workers strike, which is still going on, does CPM show an intolerance to such struggles or such public strike, which like party itself denying its history? Don't you think so? I don't think the party is denying its history at all. In fact, we are organizing ASHA workers throughout India. Many of the unions of the ASHA workers are affiliated to the CITU. And there's undoubtedly the ASHA workers across India, Kerala and across India, the nature of this scheme is such that it is a totally exploitative scheme. There's absolutely no denying it. The ASHA workers must be regularized. ASHA workers must be getting pension. ASHA workers should get proper wages as other government employees do. In the nature of the scheme, my question to my sisters who are out on strike for the last 25 days, in my experience of struggle, which is a continuing experience, I always feel that one should identify the main force responsible for my plight. Now, if I misidentify the main force responsible for my plight, am I taking my struggle forward or not? That is the question. According to my understanding, and I think according to the understanding of any ASHA women workers, they know very well that the nature of the scheme, it is a central government which is primarily responsible for the plight of ASHA workers today. As far as the honorarium is concerned, the state government is paying the entire honorarium. And if you look at the whole country, the fact is that today the Kerala government is paying the highest honorarium throughout India at a time when it is being denied and being punished for helping workers. So the party thinks there is a hidden agenda behind whoever initiating the strike. Quite frankly, I am not into all that.
I don't talk about hidden or open or agenda or whatever. That is not at all my concern. I am concerned that for 25 days, women are out on strike, in struggle. And unfortunately, they are unable to see that the main force behind this plight of ASHA workers, as far as the government of Kerala is concerned, there were arrears, which is very unfortunate, and definitely it is a government duty to clear those arrears. I mean, there's absolutely no question about that. സ്വകാര്യ സർവകലാശാലകളെ കണ്ണടച്ച് തള്ളുകയല്ല CPM നയമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന വിദ്യാഭ്യാസ കച്ചവടത്തെയാണ് പാർട്ടി എതിർക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അതാണ് നടക്കുന്നത്. കേരളത്തിൽ വരാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലകൾ അങ്ങനെയുള്ളതല്ലെന്നും ബൃന്ദ വ്യക്തമാക്കി. Q18-ലായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ പ്രതികരണം. Let me clarify the word I said, drastic change on some policies. It's regarding the private universities. Once CPM used to oppose the private universities, now the government itself welcoming it as a bench or as a whole. Isn't it a change? No, in fact, if you look at the private university policy, you will find even within the private university policy, the kind of regulations that we have in the act which has been adopted in Kerala is quite unique for the whole country. It is here in Kerala where you are ensuring reservations. Nowhere throughout India, including in all the Congress-run states where they have gone whole hog in privatization of education. Here in Kerala, we are supporting the government sector, and what we are trying to do is to ensure that the regulations which apply to the government sector equally apply to the private sector. I think that's unique. It's a wonderful thing, and let us see how we can implement it. There's reservation, there's the question of, for poorer sections of students, there's a question of how you promote education for those sections. I think it's wonderful. That means the party back up the government decision regarding the private universities. I would say the particular way in which the private universities have come in Kerala, the context in which it has come, the linkages between what the Kerala students are facing today. They're going all over India into the worst, most rapacious private universities. So here you are giving them the opportunity. This is a demand of the Kerala students because they're spending so much money going outside. So here you are trying to find a way out. It's not the way the private universities are running. Say, for example, in Maharashtra or Delhi, where education has become a commodity. Here you are trying to give some relief to Kerala students who are going outside and spending so much money by bringing in these universities and trying to have a kind of a regulatory mechanism. So I would say that it's a road that in the Kerala context, the government found necessary. But certainly, if you look at private universities across India, there's no way we can support that because they're rapacious. Here the context is different. I mean the way that they're exploiting students and the way the government is giving concessions after concessions to them, and they are not keeping those conditions which have been imposed. So that kind of privatization of universities, the party has been very strong, and we are today too. So I don't think there's any change in the policy about our approach towards the privatization of education. Education cannot become a commodity for profit, and we're very clear about that. So I don't think there's any change as far as that is concerned. ആരാകും ചാമ്പ്യന്മാർ? Rohit Sharma, the class, the man, absolutely nailed. This is a knockout bowlers in the world. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ സ്പിൻ കെണിയൊരുക്കി ന്യൂസിലൻഡും 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായി. 76 റൺസ് എടുത്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് ഒടുവിൽ നഷ്ടമായത്. വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി. എൽദോ, എന്താണോ ന്യൂസിലൻഡിന് സംഭവിച്ചത്? സമാനമായ രീതിയിലാണോ ഇപ്പോൾ ഇന്ത്യയും പോകുന്നത്? രോഹിത് ശർമ്മയുടെ ഈ വിക്കറ്റ് വീഴ്ച എത്രത്തോളം നിർണായകമാണ്?
ശ്രീജ, രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു രോഹിത് ശർമ്മയാണ്. ഒരു അനാവശ്യ ഷോട്ടിനെ ശ്രമിച്ച് ഒരു സ്റ്റെപ്പ് ഡൗൺ ഇറങ്ങി ഷോട്ട് തീർക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ സ്റ്റംപ്ഡായി പുറത്താവുന്നത്. അതായത് 76 റൺസ് എടുത്തു നിൽക്കുകയാണ് രോഹിത് ശർമ്മയെ രജൻ രവീന്ദ്രയുടെ പന്തിൽ ലാദം സ്റ്റംപ് ചെയ്ത് പുറത്താക്കുന്നത്. നേരത്തെ ശുഭമാൻ ഗില്ലിന്റെയും വിരാട് കോഹ്ലിയുടെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് ആദ്യം നഷ്ടമാകുന്നത്. വിക്കറ്റ് നഷ്ടപ്പെടാതെ 105 റൺസ് എന്ന നിലയിൽ നിന്നാണ് ഇന്ത്യ വളരെ പെട്ടെന്ന് 3 വിക്കറ്റിന് 122 റൺസ് എന്ന നിലയിലേക്ക് തകർന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ മാറിയത് എന്നുള്ളതാണ്. 105 റൺസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്ത്യ സ്കോർ ചെയ്യുമ്പോൾ രോഹിത് ശർമ്മ 76 റൺസ് എടുത്തും ശുഭമാൻ ഗില്ല് 31 റൺസ് എടുത്തും ക്രീസിലുണ്ടായിരുന്നു. ശുഭമാൻ ഗില്ലിനെ മിച്ചൽ സ്റ്റാന്നറാണ് പുറത്താക്കുന്നത്. ഫിലിപ്സിന് ക്യാച്ച് നൽകിയ ഒരു മനോഹരമായിട്ടുള്ള ക്യാച്ചായിരുന്നു ശുഭമാൻ ഗില്ലിന്റെ വിക്കറ്റ്. പിന്നീട് തൊട്ടടുത്ത സമയം തന്നെ ബ്രേസ്വെല്ലിന്റെ പന്തിൽ വിരാട് കോഹ്ലി LBW ആയി പുറത്താവുകയും ചെയ്തു. LBW തീരുമാനത്തിനെതിരെ വിരാട് കോഹ്ലി അപ്പീൽ നൽകിയെങ്കിൽ പോലും അപ്പീൽ റിവ്യൂ നഷ്ടപ്പെടുകയാണ് ഇന്ത്യക്ക് ഉണ്ടായത്. എന്താണെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ രോഹിത് ശർമ്മ മികവോടെ കളിക്കുന്ന രോഹിത് ശർമ്മയാണ് ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് 76 റൺസ് എടുത്ത് അദ്ദേഹവും പുറത്തായത്. നിലവിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ശ്രേയസ് അയ്യർക്കൊപ്പം അക്സർ പട്ടേലാണ് ക്രീസിൽ. ഒരു കാര്യം പറയാതെ വയ്യ, ഈ പാർട്ണർഷിപ്പ് വളരെ നിർണായകമാണ്. കാരണം ദുബായിൽ ഇനിയുള്ള സമയങ്ങളിൽ സ്പിന്നർമാർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുമോ, ഈ പാർട്ണർഷിപ്പ് എത്രത്തോളം നിലനിൽക്കുമോ അതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ഇനിയുള്ള സാധ്യതകളും മുന്നോട്ടുള്ള നീക്കങ്ങളും എല്ലാം. എന്താണെങ്കിലും വലിയ ഒരു വിജയലക്ഷ്യമല്ല ന്യൂസിലാൻഡ് വെച്ചത് എങ്കിൽ പോലും ഇന്ത്യക്ക് അല്പം പ്രയാസപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനായാസം എന്ന് കരുതി ഒരു ഘട്ടത്തിൽ 105 റൺസ് വരെ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ അനായാസം സ്കോർ ചെയ്തപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ജയത്തിലേക്ക്, ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. ആ കുപ്പായം ഇന്ത്യ തയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയതാണ്. പക്ഷേ അവിടെയാണ് ന്യൂസിലാൻഡ് സ്പിന്നർമാർ ഇന്ത്യ എങ്ങനെ സ്പിൻ കെണിയൊരുക്കി ഇതുവരെ ഇന്ത്യ നേടിയോ അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിലൻഡും സമാനമായിട്ടുള്ള കെണിയിൽ ഇന്ത്യയെ വീഴ്ത്താൻ ശ്രമിക്കുന്നത്. ശ്രേയസ് അയ്യറും അക്സർ പട്ടേലും. ശ്രേയസ് അയ്യർ ഇപ്പോൾ 30 റൺസുമായി ക്രീസിലുണ്ട്. അക്സർ പട്ടേൽ 10 റൺസാണ്. 153 റൺസ് 3 വിക്കറ്റിന്, അത് 32 ഓവറിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും 99 റൺസ് വേണം ഇന്ത്യക്ക് ജയിക്കാൻ. 103 പന്തുകൾ ശേഷിക്കെ. ഏറ്റവും പ്രധാനം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള ഓവറുകൾ നിർണായകമാണ്. ഇനിയുള്ള 10 ഓവറുകളിൽ എങ്ങനെ ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് സഖ്യം ക്രീസിൽ തുടരുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാന്നറെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതായിരിക്കും. ബ്രേസ്വെല്ലിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. നമുക്കറിയാവുന്നതുപോലെ ഒരുപക്ഷെ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, രവീന്ദ്ര ജഡേജയുടെ റിട്ടയർമെന്റിനെ പറ്റിയുള്ള ചർച്ചകളും ഇതിനിടയിൽ മത്സരത്തിനിടയിൽ നടക്കുന്നു. പ്രത്യേകിച്ചും ആദ്യം ബോൾ ചെയ്യുന്ന സമയത്ത് രവീന്ദ്ര ജഡേജ 10 ഓവറുകൾ പൂർത്തിയാക്കി 30 റൺസ് മാത്രമാണ് വഴങ്ങിയത്. ഒരു വിക്കറ്റും വീഴ്ത്തി, ലാദത്തിന് നിർണായകമായിട്ടുള്ള വിക്കറ്റ്. അതിനുശേഷം 10 ഓവറുകൾ പൂർത്തിയാക്കി മടങ്ങിയ രവീന്ദ്ര ജഡേജയെ കെട്ടിപ്പിടിച്ച് പുണരുന്ന വിരാട് കോഹ്ലിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് എല്ലാവരും രവീന്ദ്ര ജഡേജ ഈ മത്സരശേഷം വിരമിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ നൽകുന്നത്. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണമില്ല. രവീന്ദ്ര ജഡേജ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ. എന്നാണെങ്കിലും രോഹിത് ശർമ്മയുടെ നിർണായകമായിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. 76 റൺസ്, കേവലം 83 പന്തിൽ 3 സിക്സറും 7 4ഉം ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. ശുഭമാൻ ഗില്ലും 50 പന്തിൽ 31 റൺസ് എടുത്തു. വളരെ ക്ഷമയോടെ ബാറ്റ് ചെയ്ത ഗില്ല് നല്ലൊരു സ്കോറിലേക്ക് പോകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഒരു അസാമാന്യ സൂപ്പർമാൻ ക്യാച്ച് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പോലെ ഫിലിപ്സ് സാൻഡറുടെ പന്തിൽ ആ ക്യാച്ച് എടുക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് 2 വിക്കറ്റുകൾ കൂടി നഷ്ടമാകുന്ന സാഹചര്യം. KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ഈ 3 പേരാണ് ഇനി ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ബാറ്റർമാർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്സർ പട്ടേൽ ഈ ടൂർണമെന്റിൽ ഉടനീളം ഒരു പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്ത് മുന്നിലേക്ക് കയറ്റിവിട്ട് അത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും അക്സർ പട്ടേലിന് ഒരു പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രേയസ് അയ്യർക്കൊപ്പം സാധിച്ചാൽ സ്വാഭാവികമായും ഇന്ത്യക്ക് വലിയ സാധ്യതയുണ്ട്. ഇനിയും ഇപ്പോഴും ഇന്ത്യ പ്രതിസന്ധിയിലാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഈ മത്സരത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ, ഇന്ത്യ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇനിയുള്ള 10 ഓവറുകൾ അതിനിർണായകമാണ്. ശ്രീജ, എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നിർണായകമായ ഒരു പാർട്ട്ണർഷിപ്പ്. ഈ സമയത്ത് ആ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. വിക്കറ്റ് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. തൊട്ടടുത്ത് ചാമ്പ്യൻസ് ട്രോഫി നമ്മുടെ തൊട്ടരികിലുണ്ട്. പക്ഷേ അതെത്രത്തോളം നമ്മുടെ കയ്യിൽ കിട്ടും എന്നറിയാൻ ഈ മത്സരം കാത്തിരുന്ന് കാണുക തന്നെ വേണം. മറ്റു വാർത്തകളിലേക്ക്. നവീൻ ബാബു അഴിമതി നടത്തിയിട്ടില്ലെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. റവന്യൂ വകുപ്പിൽ സംഭവിച്ച കാര്യങ്ങളാണ്
അന്വേഷിച്ചത്. റിപ്പോർട്ട് മുഖ്യമന്ത്രി നേരത്തെ കണ്ടതാണ്. ആർക്കാണ് വീഴ്ച എന്ന് അന്വേഷിക്കാൻ ഏജൻസി വേറെ ഉണ്ടെന്നും റവന്യൂ വകുപ്പ് അക്കാര്യം അന്വേഷിക്കേണ്ടതില്ലെന്നും കെ രാജൻ പറഞ്ഞു. നവീൻ ബാബു അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഴിമതി നടത്തിയതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു പ്രത്യേകമായൊരു ഡിലേയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അക്കാര്യം സർക്കാർ കണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. റവന്യൂ വകുപ്പ് അന്വേഷിച്ചത് റവന്യൂ വകുപ്പിനകത്ത് ഇന്റേണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ്. അവിടെ അതിന്റെ ഭാഗമായി രേഖകൾ പരിശോധിക്കുന്നതോടൊപ്പം പലരുമായും സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോയ ഒരു റവന്യൂ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ കണ്ടു കാണും. നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി പി ദിവ്യയാണെന്ന് ഗവൺമെന്റ് നിയോഗിച്ച ഉദ്യോഗസ്ഥ തന്നെ വെളിപ്പെടുത്തിയത് ഗൌരവത്തോടെ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്താണ് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. വിവാദമായ പെട്രോൾ പമ്പ് പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തിന്റേതല്ല. പമ്പ് ആരുടേതാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വെളിപ്പെടണമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. എഡിഎമ്മിന്റെ മരണത്തിൽ പി ദിവ്യയ്ക്കൊപ്പം വ്യാജ കത്ത് തയ്യാറാക്കിയവർക്കെതിരെയും കേസെടുക്കണമെന്ന് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതൃത്വം. മുഖ്യമന്ത്രിയുടെ ഓഫീസും AKG സെന്ററും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. കളക്ടറുടെ മൊഴിയും പരസ്പര വിരുദ്ധമാണ്. ജില്ലാ കളക്ടർ TV പ്രശാന്തൻ എന്നിവരെയും പ്രതി ചേർക്കണമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പൈവളികയിൽ കാണാതായ 15 വയസ്സുകാരിയുടെയും യുവാവിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫെബ്രുവരി 12-നായിരുന്നു ഇരുവരെയും കാണാതായത്. കഴിഞ്ഞ മാസം 12 മുതലാണ് പൈവളിക മണ്ടേക്കാപ്പിലെ 15 വയസ്സുകാരിയെ കാണാതായത്. അതേ ദിവസം തന്നെ ഇവരുടെ കുടുംബ സുഹൃത്തായ 42-കാരൻ പ്രദീപിനെയും കാണാതായിരുന്നു. ഇന്നു രാവിലെ പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഒരേ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തായിരുന്നു ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഏറ്റവും ഒടുവിലായി ലഭിച്ചതും. 7 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരും 100 കണക്കിന് നാട്ടുകാരും തെരച്ചിലിൽ പങ്കെടുത്തു. 2 മൊബൈൽ ഫോണുകളും ഒരു കത്തിയും സ്ഥലത്തു നിന്ന് കണ്ടെത്തി. കാണാതായ ദിവസം ധരിച്ചിരുന്ന അതേ വസ്ത്രത്തിൽ തന്നെയാണ് പെൺകുട്ടിയുടെ മൃതദേഹമുണ്ടായിരുന്നത്. ഫെബ്രുവരി 11 രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന 15-കാരിയെ കാണാതായ കാര്യം പിറ്റേ ദിവസം രാവിലെയാണ് വീട്ടുകാർ അറിഞ്ഞത്. ന്യൂസ് 18 കാസർഗോഡ്. കോട്ടയം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ജ്ഞാനായ സഭയ്ക്കുള്ളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആത്മഹത്യയ്ക്ക് മുൻപോ ശേഷമോ സഭാ നേതൃത്വം വേണ്ട വിധത്തിൽ ഇടപെട്ടില്ലെന്നാണ് ആരോപണം. ഷൈനിയുടെ പിതാവിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കോട്ടയം മള്ളൂശ്ശേരി സെന്റ് തോമസ് പള്ളി ഇടവകാംഗങ്ങളാണ് രാവിലെ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. സഭാ നേതൃത്വം മരണത്തിന് മുൻപും ശേഷവും വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നാണ് ആരോപണം. നോബിയുടെ ജ്യേഷ്ഠനായ വൈദികനെതിരെ നടപടി വേണമെന്നും ആവശ്യം ഉയരുകയാണ്. സഭയുടെ ഭാഗത്ത് നടപടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ മുമ്പ് ഈ കുട്ടികൾ ഈ തള്ളയും മരിക്കില്ലായിരുന്നു. ഇത് പോലീസ് ഏറ്റുമാനൂർ പോലീസ് കേസെടുത്തു. അതിന് പ്രകാരം അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി FIR ഇട്ടു. അതിനുശേഷം അവിടെ റിമാൻഡിലാക്കി. ആ 2 പിള്ളേരെയും ആ തള്ളയും ഉപജീവനത്തിന് വേണ്ടി ഇന്നുള്ള കാലത്ത് 2 പിള്ളേരെ സ്കൂളിൽ വിടുമ്പോൾ എന്തുമാത്രം പൈസ വേണം. ആ കൂടെ തന്നെ മറ്റു കാര്യങ്ങൾ പോരാഞ്ഞിട്ട് മനുഷ്യന്റെ മനസ്സ് മടിപ്പിക്കുന്ന രീതിയിലുള്ള കുത്തുവാക്കും കൂറുവാക്കും സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടിലും ഉണ്ടായാലേ ആർക്കാ ചാകാതിരിക്കാൻ തോന്നുന്നത്. ഷൈനിയുടെ പിതാവിനെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് വന്നു. പിതാവ് കുട്ടികളോടക്കം മോശമായാണ് പെരുമാറിയത്. ഇതും ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് ആരോപണം. സ്വന്തം കുടുംബത്തിൽ നിന്നും ആ സ്ത്രീക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തന്റെ കുഞ്ഞുങ്ങളെയുമായിട്ട് സ്വസ്ഥമായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളില്ലായിരുന്നു. പ്രധാനമായിട്ടും ആ വീട്ടിൽ നിന്ന് മാറി കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ നിർത്താനുള്ള തീരുമാനവുമായിട്ട് ചെന്ന ഷൈനിക്ക് ആ വീട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അതിനിടെ ഷൈനിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. പിതാവ് കുര്യാക്കോസ്, നോബിയുടെ സഹോദരനും വൈദികനുമായ ബോബി എന്നിവരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയേക്കും. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഹംപി കൂട്ടബലാത്സംഗ കേസിൽ 3ാമത്തെ പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. ഇയാളെക്കുറിച്ച് നിർണായക വിവരങ്ങളും CCTV ദൃശ്യങ്ങളും ലഭിച്ചെന്ന് കോപ്പൽ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അറസ്റ്റിലായ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.
ഗംഗാവതി സ്വദേശിയായ നിർമ്മാണ തൊഴിലാളിയാണ് കേസിലെ മൂന്നാം പ്രതിയെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ അറസ്റ്റിലായ കർണാടക ഗംഗാവതി സ്വദേശികളായ ചേതൻ സായ്, ഹാൻഡി മല്ലേഷ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. സംഭവം നടന്ന സനാപൂർ തടാകത്തിന് സമീപമുള്ള ദുർഗമ്മ ക്ഷേത്രത്തിന് മുന്നിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസിന് നിർണായക തെളിവുകൾ കിട്ടിയത്. ഇരകളുടെ മൊഴികളും നിർണായകമായി. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അറസ്റ്റിലായ രണ്ടുപേരെയും കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂട്ടബലാത്സംഗത്തിനിരയായ യുവതികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇവർക്ക് കൌൺസിലിംഗ് നൽകുന്നുണ്ട്. വിഷയത്തിൽ ഇസ്രായേലി എംബസി ഇടപെട്ടിട്ടുണ്ട്. യുവതിക്ക് സഹായവുമായി എംബസി ഉദ്യോഗസ്ഥർ എത്തി. വ്യാഴാഴ്ച രാത്രിയാണ് ഹംപിക്കടുത്ത് സനാപൂർ തടാകത്തിന് സമീപം ഇസ്രായേലി വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയും കൂട്ടബലാത്സംഗത്തിനിരയായത്. ഒപ്പമുണ്ടായിരുന്ന 3 പുരുഷന്മാരെ ആക്രമിച്ച ശേഷമാണ് സംഘം യുവതികളെ ബലാത്സംഗത്തിനിരയാക്കിയത്. അക്രമികൾ കനാലിലേക്ക് തള്ളിയിട്ട പുരുഷന്മാരിൽ ഒരാൾ മരിച്ചിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സിറിയയിൽ സുരക്ഷാ സേനയും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ അനുയായികളും തമ്മിലുള്ള സംഘർഷം മുറുകുന്നു. 2 ദിവസത്തിനിടെ സാധാരണക്കാരുൾപ്പെടെ 1000-ലധികം പേരാണ് സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 125 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് 14 വർഷത്തിനിടെ ആദ്യമായാണ് സംഘർഷത്തിൽ ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടുന്നത്. പുതിയ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ അസദിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന അലവികൾക്കു നേരെ വ്യാഴാഴ്ചയാണ് ആക്രമണം ആരംഭിച്ചത്. പതിറ്റാണ്ടുകളായി അസദിനെ പിന്തുണച്ചിരുന്നവരാണ് അലവി വിഭാഗത്തിൽപ്പെട്ടവർ. അലവികളുടെ ശക്തി കേന്ദ്രമായ ലദാക്കിയൻ ഗ്രാമങ്ങളിലേക്കാണ് ഇവർ വ്യോമാക്രമണം നടത്തിയതെന്ന് ബ്രിട്ടനിലെ സിറിയൻ യുദ്ധ നിരീക്ഷണ സംഘടന അറിയിച്ചു. ലദാക്കിയ പ്രവിശ്യയിലെ ജബ്ലെ പട്ടണത്തിലാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് മറ്റു മേഖലകളിലേക്ക് കൂടി കലാപം വ്യാപിക്കുകയായിരുന്നു. അലവികളുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിയ സുന്നികൾ പുരുഷന്മാരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. വീടുകൾ കൊള്ളയടിക്കുകയും തീവെക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ സുരക്ഷാ സേനയും അസദ് അനുകൂലികളും തമ്മിലുള്ള സംഘർഷം കനത്തു. എന്നാൽ സൈന്യം ആരെയും ആക്രമിച്ചിട്ടില്ലെന്നാണ് സിറിയൻ സർക്കാരിന്റെ പ്രതികരണം. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ ബഹുമാനിക്കുന്ന കർശനമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് സൈന്യം പ്രവർത്തിക്കുന്നതെന്നും സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം കലാപത്തിന് അയവില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ലഹരിക്കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. ടൂർ പാക്കേജിന്റെ മറവിൽ തായ്ലൻഡിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്തുന്നതായി വെളിപ്പെടുത്തൽ. കേരളത്തിലേക്ക് ലഹരി എത്തുന്ന പ്രധാന വഴികളിലൊന്ന് തായ്ലൻഡാണെന്നും ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് കസ്റ്റംസ് പിടികൂടിയ യുവാവ് ന്യൂസ് 18നോട് പറഞ്ഞു. തൊഴിൽ തേടിയെത്തുന്ന നിരവധി യുവാക്കളാണ് ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെടുന്നത്. തായ്ലാൻഡിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവിടെ നിന്നുള്ളവർ അവിടെ പോയി നിന്നിട്ട്, കാരണം തായ്ലാൻഡിൽ ഇപ്പോൾ വിസ വേണ്ട. അല്ല, ഇതൊരു വലിയ നെറ്റ്വർക്ക് സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഈ കൊച്ചിയിൽ നിന്നും നിങ്ങളെ കൊണ്ടുപോയ ഏജൻസി, ഈ ഏജൻസിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ലഹരി കേസിൽ ബന്ധമുണ്ടോ? ബന്ധമില്ലാതെ അവർ കൊണ്ടുപോകില്ലല്ലോ ഞങ്ങളെ. നിങ്ങളെ കൊണ്ടുപോയത് ലഹരി കടത്താൻ വേണ്ടി ആയിരിക്കും. കാരണം എന്നെ മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പബ്ലിക്കിൽ വന്നു നിൽക്കുന്നു, ഇതേപോലെ വരാതെ ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് പേരെ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി വൈശാഖ് 45 ദിവസം ജയിലിലായിരുന്നു. തായ്ലൻഡിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് നെടുമ്പാശ്ശേരിയിൽ വെച്ച് കസ്റ്റംസ് പിടികൂടി. തൊഴിൽ തേടി വിദേശത്തേക്ക് പോയ തന്നെ കുടുക്കുകയായിരുന്നുവെന്ന് വൈശാഖ് പറയുന്നു. ചോക്ലേറ്റുകൾക്കൊപ്പം ബാഗിൽ ഒളിപ്പിച്ചാണ് കഞ്ചാവ് കടത്തിയതിനാണ് പിടികൂടിയത്. ഞങ്ങളവിടെ ഈ റൂമിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് 5 ദിവസമായിരുന്നു അവിടുത്തെ റൂം ഉണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഇവർ വന്നായിരുന്നു, രണ്ട് മലയാളികൾ സ്കൂട്ടറിൽ വന്നായിരുന്നു. ടൂർ പാക്കേജ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് കൊടുത്തു വിടുന്നുണ്ട്. ടൂർ പാക്കേജിന്റെ മറവിലും ലഹരി കടത്തുന്നുണ്ട്. കേരളത്തിലേക്ക് ലഹരി എത്തുന്ന പ്രധാന വഴികളിലൊന്ന് തായ്ലൻഡാണ്. ടൂറിസ്റ്റ് പാക്കേജുകളുടെ മറവിൽ ലഹരി കടത്തുന്നു. ലഹരി മാഫിയകളും ടൂറിസ്റ്റ് ഏജന്റുമാരുമായി ഇക്കാര്യത്തിൽ ധാരണയുണ്ട്. കാരണം ഞങ്ങളത് ഡ്രഗ്സ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തിരിച്ച് എന്താണെന്ന് ഇവിടെ വന്നിട്ട് അല്ല, വീട്ടിലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും, നിങ്ങൾ തിരിച്ചു പോലെ വെറുതെ പോണ്ട, കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നു വിട്ടത്. തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കളെയാണ് ലഹരി മാഫിയ ലക്ഷ്യം വെക്കുന്നത്. തായ്ലൻഡിലടക്കം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവർ നിരവധിയാണ്. ഈ കടത്തുന്നവരെ, ലഹരി എത്തിക്കുന്നവരെ മാത്രമാണ് പോലീസും എക്സൈസും പിടികൂടുന്നത്.
അതിന്റെ പ്രധാനികളിലേക്ക്, പ്രധാന കണ്ണികളിലേക്ക്, ഈ ലഹരി മാഫിയയിലേക്ക് പലപ്പോഴും അന്വേഷണം എത്താറുമില്ല. അവരിലേക്കാണ് പോലീസിന്റെയും നമ്മുടെ ഭരണകൂടത്തിന്റെയും അന്വേഷണം എത്തേണ്ടത്. ഹൈബ്രിഡ് കഞ്ചാവുമായി ആവേശം സിനിമയുടെ മേക്കപ്പ് മാൻ പിടിയിൽ. ആജി വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥനാണ് പിടിയിലായത്. 45 ഗ്രാം അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവിന്റെ വിത്തും തണ്ടും കണ്ടെത്തി. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം വാഗമൺ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ആർജി വയനാടൻ പിടിയിലായത്. ഇയാളുടെ വാഹനത്തിൽ നിന്നും 45 ഗ്രാം അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. വാഗമണിൽ നടക്കുന്ന അട്ടഹാസം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു രഞ്ജിത്ത്. സിനിമാ സെറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ആവേശം, പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനേമൻ തുടങ്ങി നിരവധി സിനിമകളിൽ മേക്കപ്പ് മാനായി രഞ്ജിത്ത് പ്രവർത്തിച്ചിരുന്നു. ഇയാളുടെ കൊച്ചിയിലെ വീട്ടിലും എക്സൈസ് പരിശോധന നടത്തി. വീട്ടിൽ ലഹരി ഉപയോഗിച്ചതിന്റെ ലക്ഷണമുണ്ട്. കഞ്ചാവിന്റെ വിത്തും തണ്ടും കണ്ടെത്തി. കൊച്ചി പനമ്പള്ളി നഗറിലെ ആർജി മേക്കപ്പ് സ്റ്റുഡിയോയിലും പരിശോധന നടത്തി. ന്യൂസ് 18 കൊച്ചി. MDMA പൊതികൾ വിഴുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഷാനിദ് 3 പൊതികൾ വിഴുങ്ങിയെന്ന് സ്കാനിംഗിൽ കണ്ടെത്തി. അതിലൊന്നിൽ കഞ്ചാവാണെന്നും സൂചനയുണ്ട്. ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് 4 വർഷം മുൻപ് നാട്ടിലെത്തിയ ശേഷമാണ് താമരശ്ശേരി മൈക്കാവ് സ്വദേശി ഷാനിദ് മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞത്. ആദ്യം ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ ഷാനിദ് പിന്നീട് ലഹരി വിൽപ്പനയും തുടങ്ങി. ഇയാൾ ലഹരിക്കടിമയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ചിപ്പിലിത്തോട്ടിൽ വാഹന പരിശോധന നടത്തി മടങ്ങി വരുമ്പോഴാണ് അമ്പായത്തോട് വെച്ച ഷാനിദിനെ പോലീസ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടത്. ഉടനെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറുകൾ വിഴുങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് പിടികൂടി. വിഴുങ്ങിയത് കഞ്ചാവാണെന്നാണ് പോലീസിനോടും താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരോടും ഷാനിദ് പറഞ്ഞത്. MDMA ആണ് വയറ്റിലുള്ളത് എന്ന സംശയത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എൻഡോസ്കോപ്പി നടത്തി. അതിൽ മുകൾ വശം മുട്ടിക്കാവുന്ന പ്ലാസ്റ്റിക് കവറുകളിൽ ലഹരി വസ്തുക്കൾ വിഴുങ്ങിയതായി തെളിഞ്ഞു. തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ കേസെടുത്തു. പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഷാനിദ് സമ്മതപത്രം ഒപ്പിട്ട് നൽകാൻ തയ്യാറായില്ല. പിന്നീട് ബന്ധുക്കളും നിയമവിദഗ്ധരുമായി ആലോചിച്ച് ശസ്ത്രക്രിയയിൽ തീരുമാനമെടുക്കാൻ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത്. രാവിലെ 11:18 മരണം സ്ഥിരീകരിച്ചത്. ഷാനിദിന്റെ പേരിൽ താമരശ്ശേരി, കോടഞ്ചേരി സ്റ്റേഷനുകളിൽ ലഹരി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 28-കാരനായ ഇയാളുടെ വീട് കോടഞ്ചേരി പഞ്ചായത്തിലെ മൈക്കാവ് കരിമ്പാലക്കുന്നിലാണെങ്കിലും അമ്പായത്തോട്ടിൽ ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. ഈരാറ്റുപേട്ട നടക്കല്ല് ഗോഡൌണിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. ഈരാറ്റുപേട്ട സ്വദേശി ഷിബിലിയും സംഘവും വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും ഉൾപ്പെടെ കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ സ്ഫോടക വസ്തുക്കളുമായി സഞ്ചരിച്ചിരുന്ന ഷിബിലിയെയും സംഘത്തെയും പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഈരാറ്റുപേട്ടയിലും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചത്. ഇതോടെ പോലീസ് സംഘം ഈരാറ്റുപേട്ട നടക്കൽ കുഴിവേലിൽ റോഡിലെ വാടക കെട്ടിടത്തിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇവിടെ നിന്ന് ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും എയർഗണ്ണും ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു. ഷിബിലിക്ക് സ്ഫോടക വസ്തുക്കൾ കൈമാറിയിരുന്ന തീക്കോയ് സ്വദേശി മുഹമ്മദ് ഫാസലിനെയും കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകൾക്ക് നൽകാനാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത്. നേരത്തെ വണ്ടൻമേട് പോലീസായിരുന്നു പ്രതികളെ പിടികൂടിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കെ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം നാളെ തുടങ്ങും. വഖഫ് നിയമ ഭേദഗതി, മണിപ്പൂർ സംഘർഷം, ഭാഷാ വിവാദം തുടങ്ങിയ വിഷയങ്ങളും സഭയെ പ്രക്ഷുബ്ധമാക്കും. മലപ്പുറത്ത് 3 ഇടങ്ങളിൽ ഇന്ന് വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്തു. ഏറനാട് ചാലിയാർ അകമ്പാടത്ത് ആനകൾ ഗേറ്റും മതിലും തകർത്തു. മമ്പാട് പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ ആക്രമണത്തിലാണ് 3 പേർക്ക് പരിക്കേറ്റത്.
വയനാട് വെള്ളമുണ്ടയിലും പശുക്കിടാവിനെ വന്യജീവി ആക്രമിച്ചു കൊന്നതായി വാർത്ത വരുന്നുണ്ട്. തൊഴുത്തിൽ കെട്ടിയ 1 വയസ്സുള്ള കിടാവിനെ ഇന്നലെ രാത്രി തലഭാഗം കടിച്ചെടുത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മംഗലശ്ശേരി പുല്ലം കന്നപ്പള്ളിയിൽ PT ബെന്നിയുടെ പശുവാണ് ചത്തത്. പുലിയാണ് ആക്രമിച്ചതെന്നാണ് നിഗമനം. എരുമേലിയിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർക്ക് ദാരുണാന്ത്യം. എരുമേലി സ്വദേശികളായ അനീഷ്, ബിജു എന്നിവരാണ് മരിച്ചത്. ആദ്യം കിണറ്റിൽ ഇറങ്ങിയ ആൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വന്നതോടെയാണ് രണ്ടാമത്തെ ആളും കിണറ്റിലിറങ്ങിയത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 840 രൂപ, പവന് 64,320 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6,630 രൂപ, പവന് 53,040 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോഗ്രാമിന് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം Q18-ൽ ഹണി റോസുമായി അപർണ കുറുപ്പ് നടത്തിയ അഭിമുഖത്തിന്റെ 2ാം ഭാഗം കാണാം.